ലോകത്തെ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച ഒരു പരിപാടിയാണ് തിരുത്തുക എന്ന് പറയുന്നത്. വചനത്തിൽ പറയുന്നതാണ്, നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക, അവനെ തിരുത്തുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച പരിപാടിയാണ്. കാരണം എന്താ പറയുക, പലപ്പോഴും തിരുത്തലുകൾ നമ്മുടെ ദേഷ്യത്തിന്റെയും ഇഷ്ടക്കുറവിന്റെയും പ്രകടനങ്ങളായിട്ട് മാറിപ്പോകാറുണ്ട്. ചിലപ്പോഴെങ്കിലും ഒക്കെ ഈ തിരുത്തൽ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കണ ഈ കാര്യമുണ്ടല്ല, അവനെ കുത്തി പറയാൻ, അവനെ ഒന്ന് വേദനിപ്പിക്കാൻ ചില കുത്തുവാക്കുകൾ ഞാൻ പ്രയോഗിക്കുന്നതായിട്ട് മാറിപ്പോകാറുണ്ട്. ചിലപ്പോഴൊക്കെ തിരുത്തലുകൾ എന്ന് പറയുന്നത് ബഹളം വെക്കാൻ, അവനെ മോശക്കാരനാക്കാൻ വേണ്ടി ഞാൻ നടത്തുന്ന പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് മാറാറുണ്ട്. വളരെ ചുരുക്കമേ തിരുത്തലുകൾ യഥാർത്ഥമായ തിരുത്തലുകളായിട്ട് മാറാറുണ്ട്. അവന് മനസ്സിലാവുന്ന, അവനത് മാറ്റം വരുത്താൻ തോന്നുന്ന കാര്യങ്ങളായിട്ട് മാറാറുണ്ട്. നമ്മൾ ഏറ്റവും നന്നായിട്ട് ആത്മശോധന ചെയ്യേണ്ട കാര്യമാണ്, നമ്മൾ തിരുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത്. നമ്മളെ കൊണ്ട് ശാസിക്കാൻ, നമ്മുടെ സഹോദരങ്ങളെ ശാസിക്കാൻ, തിരുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ വലിയ പരാജയമാണ്. നമ്മുടെ ശൈലികളിൽ ഒരു മാറ്റം വരുത്തും. നമ്മുടെ മക്കളെ തിരുത്തുന്ന കാര്യത്തിലായാലും, നമ്മുടെ സ്വന്തം ജീവിത പങ്കാളിയെ തിരുത്തുന്ന കാര്യത്തിലായാലും, നമ്മുടെ ഇപ്പോഴത്തെ ശൈലികൾ അത്രയങ്ങ് വർക്കാവുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. വർക്കാവുന്നില്ലെങ്കിൽ ആ ശൈലികളെ ഒന്ന് മാറ്റിപ്പിടിക്കാനും ഈ വചനം നമ്മളെ പ്രേരിപ്പിക്കണം. തിരുത്തലുകൾ മനോഹരമാവട്ടെ. അങ്ങനെ ആയാൽ അത് ഏറ്റവും സുന്ദരമായ കാര്യമാണ്. സുന്ദരമായ തിരുത്തലുകൾ ജീവിതത്തിൽ നടത്തുവാൻ, സഹോദരങ്ങളെ സഹായിക്കുവാൻ, കൂടെയുള്ളവരെ സഹായിക്കാൻ ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.